കർത്താവിന് മഹത്വം. രാത്രിയും ദിവസങ്ങളിൽ അടുത്തു വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അവസരം ഒരുക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മഹാകരുണയുള്ള കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ അടുത്തു വരുന്നു. തൃക്കാൽക്കൽ ഇരുന്ന് തിരുവചനങ്ങളെ പ്രാപിപ്പാൻ ഈ രാത്രിയും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ നിർബന്ധപൂർവം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു കൊന്നിട്ട് അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. തിരുവചനം ഉള്ളതിന് വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ പഠിപ്പിക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തണമേ. അടിയങ്ങളെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ ദൂതന്മാരും പൈശാചിക ദൂതന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പൈശാചിക ദൂതന്മാരുടെ അക്രമങ്ങൾ, അറ്റാക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ളതിനെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു. ദൈവത്തിന്റെ ദൂതന്മാരും പൈശാചിക ദൂതന്മാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഓർത്തിരിക്കേണ്ടതിന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവ നൽകുവാനാണ് വരുന്നത്. ഐശ്വര്യവും നന്മയും നൽകുവാനാണ് ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വരുന്നത്. ദൈവമക്കളെ പരിപാലിക്കുവാൻ, വിടുവിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ ഒക്കെയാണ് ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വരുന്നത്. നമുക്ക് മുൻപിൽ പോയി വഴിയൊരുക്കുവാനും നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരുവാനും അനുഗ്രഹിക്കപ്പെട്ട വഴികളിലൂടെ ആലോചനകൾ പറഞ്ഞു തന്നെ നമ്മെ നടത്തുവാനുമാണ് ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വരുന്നത്. ഇതിന്റെ എല്ലാം റഫറൻസ് നേരത്തെ ഓർപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എടുത്തു പറയാത്തത്. പൈശാചിക ദൂതന്മാർ വരുന്നത് നിരാശയും ദുഃഖവും ഭാരവും മനുഷ്യർക്ക് വരുത്തുവാനാണ് പൈശാചിക ദൂതന്മാർ എപ്പോഴും പ്രവർത്തിക്കുന്നത്. മനുഷ്യനെ അപകടത്തിലാക്കുക, രോഗികളാക്കുക, നശിപ്പിക്കുക, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും കൊല്ലുവാനുമാണ് പൈശാചിക ദൂതന്മാർ കടന്നു വരുന്നത്. ആത്മഹത്യാ ശ്രമം, അഴിമതി, അക്രമം, മോഷണം, കൊലപാതകം തുടങ്ങിയ ദുർപ്രവർത്തികളിൽ മനുഷ്യരെ കുരുക്കുകയാണ് പൈശാചിക ദൂതന്മാർ ചെയ്യുന്നത്. കാരണം സാത്താൻ ഫോഷ്ക്ക് മാത്രം സംസാരിക്കുന്നവനാണ്. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ സാത്താൻ പറയും, ഉള്ള കാര്യങ്ങൾ പറയുന്നത് വഞ്ചന രൂപത്തിലായിരിക്കും, വഞ്ചിക്കാൻ വേണ്ടിയായിരിക്കും. അതും നമ്മൾ ചിന്തിച്ചു. പൗലോസും ശീലാസും പോകുമ്പോൾ ഒരു പെൺകുട്ടി പുറകെ നടന്ന് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ ഇവർ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് അവളെ അട്ടഹസിച്ചുകൊണ്ടിരുന്നു. പൗലോസ് തിരിഞ്ഞ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഭൂതത്തിന് നല്ല കാര്യങ്ങൾ പറയാൻ അറിയാം. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് സാത്താൻ ചില സമയങ്ങളിൽ പ്രവർത്തിക്കും. ഇങ്ങനെ പിശാചിന്റെ വിവിധ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാൻ ദൈവമക്കൾ സദാ ജാഗരൂകരായിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അങ്ങനെ ദൈവത്തിന്റെ ദൂതന്മാരാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ അത്ഭുതത്തിലൂടെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാനും യേശുവിനെ ഉയർത്തുവാനും അതിലൂടെ അനേകർ യേശുവിനെ സ്വീകരിക്കുവാനും കാരണമായി തീരും. പിശാചിന്റെ ദൂതന്മാരാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കാൻ അവർക്ക് കഴിവുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചതാണ്, തവളകൾ പോലുള്ള ആത്മാക്കൾ പുറപ്പെട്ടു വന്നിട്ട്
അത് ലോകത്തിലുള്ള ഭൂരാജാക്കന്മാരെയൊക്കെ ഒന്നിച്ചു കൂട്ടുന്നു അവന്റെ അത്ഭുതങ്ങളിലൂടെ. അപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അതിന് കഴിയും. അത് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സാത്താന്റെ ദൂതന്മാർ എപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. യേശുവിന്റെ നാമമഹത്വത്തിനായി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് ഒരിക്കലും പിശാച് പ്രവർത്തിക്കയില്ല. പിശാചിനെ തിരിച്ചറിയണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് യേശുവിന് മഹത്വം എന്ന് പറയുവാൻ അവരോട് പറയുക. അതൊരിക്കലും പറയത്തില്ല. യേശുവിനെ ഉയർത്തി പറയുവാൻ, യേശു ദൈവപുത്രൻ എന്ന് പറയാൻ പറഞ്ഞാൽ പിശാച് പറയത്തില്ല, വിസമ്മതിക്കും. വേദപുസ്തകം കണ്ടാൽ മതി, അത് മാറ്റിക്കൊണ്ട് പോകാൻ പറയും. പിശാചിന്റെ പ്രവൃത്തിയാണ് ഒരാളിൽ വെളിപ്പെടുന്നതെങ്കിൽ ബൈബിൾ എടുത്തു കൊടുത്തിട്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കാൻ പറയുക, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം തൊട്ട് വായിക്കാൻ പറയുക. വായിക്കത്തില്ല. അങ്ങനെ ഏതെങ്കിലും വേദഭാഗം എടുത്തു കൊടുത്ത് പിശാചിന് എതിരായിട്ടുള്ള വേദവചനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് വായിക്കാൻ പറഞ്ഞാൽ പിശാച് ഒരിക്കലും വായിക്കത്തില്ല. അപ്പോൾ അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പൈശാചിക ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അത്രയും പറഞ്ഞ് ഇപ്പോൾ ആ ഭാഗം ഞാൻ വിടുകയാണ്. പിശാചിന്റെ ദൂതന്മാരെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടാത്മാവ്, ദുഷ്ടത പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈവിൾ സ്പിരിറ്റ് ഓൾവേസ് ഡൂയിങ് ഈവിൾ തിങ്സ്. അഗ്ലി സ്പിരിറ്റ് ഓൾവേസ് ലിവിങ് ഇൻ അഗ്ലി ബീയിങ്സ്. അശുദ്ധാത്മാവ് എപ്പോഴും അശുദ്ധ ജീവികളിൽ, അശുദ്ധമായ ജീവിതം നയിക്കുന്നവരിൽ കുടിയിരിക്കും എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. ദ സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, ബലഹീനത ഉണ്ടാക്കുന്ന ആത്മാവ്, രോഗ ആത്മാവ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ, സിനഗോഗിൽ ചെന്നപ്പോൾ ഒരു അമ്മച്ചി അവിടെ വന്നു. 18 വർഷമായിട്ട് കൂനിയായിട്ട് നടക്കുന്ന ഒരു അമ്മച്ചി. യേശു പറഞ്ഞ എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഇവളെ അഴിച്ചുവിടേണ്ടതല്ലയോ? അപ്പോൾ സാത്താൻ ബന്ധിച്ചാലും കൂനയായി പോകാം. വേറൊരു പയ്യനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഊമനും ബദിരനും ഊമനുമായ ആത്മാവ്, സംസാരിക്കാത്ത, ചെവി കേൾക്കാത്ത ഒരാത്മാവ്, അതും പൈശാചിക ആത്മാവായിരുന്നു. ശിഷ്യന്മാരുടെ അടുത്തൊരുത്തനെ കൊണ്ടുവന്നു. അവനെ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും അവനെ തള്ളിയിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. യേശു ആ ഭൂതത്തെ ശാസിച്ചു. അപ്പോൾ രോഗങ്ങൾ ഇട്ടുകൊണ്ട് ആളുകളെ നശിപ്പിക്കുവാൻ, ശരീരത്തെ നശിപ്പിക്കുവാൻ, ജീവനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. പിശാചിന്റെ ആദേശമുണ്ടായിട്ട് ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കും. പലതരത്തിലുള്ള അറ്റാക്കാണ്. ഭൂതഗ്രസ്തനെ കല്ലുകൊണ്ടും മറ്റ് ഉപകരണങ്ങൾ കൊണ്ടൊക്കെ ദേഹം ചതയ്ക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തു. അവൻ തൊടല് വരെ പൊട്ടിച്ചു. ഇതൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. അപ്പോൾ വളരെ ശക്തിയുള്ളതാണ് പൈശാചിക ദൂതന്മാർക്ക്. പക്ഷെ അവരുടെ ശക്തിക്ക് ലിമിറ്റ് ഉണ്ട്. അതിനെക്കാട്ടിൽ പവർഫുള്ളാണ് ദൈവിക ശക്തി. സാത്താന്യ ശക്തി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവമക്കൾക്ക് ശക്തിയുടെ കൂടെ അധികാരം കൂടെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം. ഒരു വലിയ ട്രക്കിൽ നിറച്ച് സാധനവുമായിട്ട് പോകുന്നു. 60 മൈൽ സ്പീഡിൽ പോകുമ്പോൾ ഭയങ്കര ശക്തിയാണ് ആ ട്രക്കിന്. പക്ഷേ ഒരു സ്കെൽറ്റൻ പോലീസുകാരൻ, 150 പൗണ്ട് മാത്രം തൂക്കമുള്ള ഒരു പോലീസുകാരൻ വഴിക്ക് നിന്നുകൊണ്ട് അധികാരമുള്ള ഒരു പോലീസുകാരൻ കൈ കാണിച്ചാൽ ആ ട്രക്ക് അവിടെ നിർത്തും. ട്രക്കിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, നിൽക്കുന്ന പോലീസുകാരന് അധികാരമുള്ളത് കൊണ്ടാണ്. ദൈവമക്കൾക്ക് ദൈവിക ശക്തി മാത്രമല്ല അധികാരം കൂടെ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്.
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. സാത്താന്റെ വിവിധങ്ങളായ അറ്റാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്, ഒന്നാമത് നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്നു. ശരീരത്തെ ജീവനെ തകർത്ത് കളയുവാനായിട്ട് ശ്രമിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്ത് അതിൽ പ്രവേശിച്ച് ദുശ്ചിന്തകൾ, ദുർവിചാരങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ മനസ്സിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളുടെ മേൽ സാത്താൻ പ്രവർത്തിക്കുന്നു. മനസ്സിന്റെ ഉപബോധ മനസ്സുണ്ട്, ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്, നിർമ്മല മനസ്സ് അഥവാ നിഷ്കളങ്ക മനസ്സുണ്ട്, ദുർമനസാക്ഷിയുണ്ട് അഥവാ ദുഷ്ട മനസ്സ്, നമ്മുടെ നിർജീവ മനസ്സ്. ഇങ്ങനെ 5 മനസ്സാണ് നമുക്കുള്ളത്. മനസ്സിന്റെ 5 ഇന്ദ്രിയങ്ങളാണ്. ഇതിൽ നമ്മുടെ മനസ്സിനെ ഈ ദുർമനസാക്ഷിയിലാണ് സാത്താൻ പ്രവർത്തിച്ചതിനെ ദുർമനസാക്ഷിയാക്കി നിർജീവ മനസ്സാക്കുമ്പോൾ അതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനുള്ള ഒരു ഉപാധിയാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആടുകളുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തിയിരുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ നിർജീവ പ്രവർത്തികൾ സാത്താൻ കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ബുദ്ധിയിലും 5 ഇന്ദ്രിയങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മശക്തിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, ചിന്താശക്തിയുണ്ട്, വിവേചനാശക്തിയുണ്ട്, ഭാവനാശക്തിയുണ്ട്. തെറ്റും ശരിയും വിവേചിച്ചറിയുവാൻ നമുക്ക് കഴിവുണ്ട്. കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിവുണ്ട്. ഭാവന, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭാവിക്കാൻ നമുക്ക് കഴിവുണ്ട്. ഭാവനകളൊക്കെ നമുക്കുണ്ടാക്കാൻ പറ്റും. ഈ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വികാരമനുസരിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവേകമനുസരിച്ചാണ് ജീവിക്കുന്നത്. വിവേകത്തോടു കൂടിയാണ് മനുഷ്യർ ജീവിക്കുന്നത്. വികാരത്തിനനുസരണമായിട്ടാണ് മൃഗങ്ങൾ ജീവിക്കുന്നത്. കേവലം മനുഷ്യന്റെ ബുദ്ധിയിൽ പ്രവർത്തിച്ച് കഴിയുമ്പോൾ അവന്റെ വികാരം പ്രവർത്തിക്കാൻ തുടങ്ങും, വിവേകം നഷ്ടപ്പെടാൻ തുടങ്ങും. അതുകൊണ്ടാണ് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേക ശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിവേകബുദ്ധി തിരിച്ചറിയാനുള്ള കഴിവ്, അതിനെ ദൈവികമായ ശക്തിയാൽ ഉറപ്പിച്ചെടുക്കുവാൻ ദൈവമക്കൾ ഉത്സാഹിക്കണം. മൂന്നാമത്, കുടുംബത്തിൽ തകർച്ച ഉണ്ടാക്കി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ശിഥിലമാക്കി നശിപ്പിച്ച് കളയുവാൻ സാത്താൻ പ്രവർത്തിക്കും. നാലാമത്, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അറ്റാക്ക് ചെയ്യുവാൻ സാത്താൻ പ്രവർത്തിക്കും. ജോബിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. എല്ലാം നശിപ്പിക്കും. ജോലിയില്, സാമ്പത്തിക വിഷയങ്ങളില് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുകളെ ദാരിദ്ര്യത്തിൽ കൊണ്ടുപോകുന്നത് പിശാചിന്റെ വലിയൊരു ടെക്നിക്കാണ്. അഞ്ചാമത്, സുവിശേഷ പ്രവർത്തനത്തിൽ ആളുകളെ തകർത്ത് കളയുവാൻ സാത്താൻ പരിശ്രമിക്കും. ഹുമനയോസ്, അലക്സാണ്ടർ, ഫിലേത്തോസ് ഇവരെല്ലാം വിശ്വാസക്കപ്പൽ തകർത്ത് കളഞ്ഞ് ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയവരാണ്. മിനിസ്ട്രിയിൽ നിന്ന് ആളുകളെ തകർക്കുവാൻ വേണ്ടി സാത്താൻ പരിശ്രമിക്കും. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിലൊക്കെ നമ്മളത് എടുത്തു വായിച്ചതാണ്. പിന്നീട് നമ്മുടെ ഫ്രണ്ട്സിലൂടെ, റിലേറ്റീവ്സിലൂടെ
സാത്താൻ പ്രവർത്തിക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സ്, അവരെല്ലാം ഉപയോഗിച്ച് സാത്താൻ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് വരാം. ഇങ്ങനെ വിവിധങ്ങളായ നിലകളിൽ പിശാചിന്റെ അറ്റാക്കുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ പൈശാചികമായ അറ്റാക്കിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അതിൽ നിന്ന് വിജയിക്കുവാൻ ഒന്നാമത് ദൈവവചനം ധാരാളമായി വായിക്കുക. അടുത്തത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. കർത്താവ് പറഞ്ഞ വാക്യമുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ ജാതി വിട്ടുപോകത്തില്ല. ഒരു പൈശാചിക ബാധയുണ്ടായ ഒരു പയ്യനെ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, ചന്ദ്രരോഗം പിടിച്ചവനെ. ശിഷ്യന്മാർക്ക് അവനെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ഇറങ്ങി വന്നപ്പോൾ ആ പയ്യന്റെ അപ്പൻ ചെന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് അവനെ വെടിവെപ്പാൻ കഴിഞ്ഞില്ല. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. കർത്താവ് അവനിലുള്ള ഭൂതത്തെ ശാസിച്ചു, അവന് സൗഖ്യം പ്രാപിച്ചു. അവിശ്വാസമുള്ള തലമുറയോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ എത്രത്തോളം സഹിക്കും. നമ്മുടെ വിശ്വാസം ഇല്ലായ്മ കൊണ്ട് അവർക്ക് പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ല എന്ന് കർത്താവോട് ഓർപ്പിക്കുകയാണ്. എന്താണ് കാരണം? വിശ്വാസം ഇല്ലാഞ്ഞാണോ? എല്ലാവർക്കും വിശ്വാസമുണ്ട്. യേശു ദൈവപുത്രനെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് അധികാരമുണ്ട്. പിശാചിനെ ശാസിച്ചാൽ അത് വിട്ടുപോകും നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് പോയില്ല? വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. മോശ ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ പറയുകയാണ്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ എന്നൊക്കെ പറഞ്ഞിട്ട് മോശ ദൈവസന്നിധിയിൽ പോയി കവിണ് വീണ് കരയുകയാണ്. കർത്താവേ, സഹായിക്കണേ, രക്ഷിക്കണേ, വിടുവിക്കണേ. മോശയോട് കർത്താവ് പറഞ്ഞു, മോശയ്ക്കറിയാം ദൈവം പ്രവർത്തിക്കും, വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം പ്രവർത്തിക്കത്തില്ല. മോശ പോയി കരഞ്ഞു വിലപിക്കുകയാണ്. നമുക്ക് വിശ്വാസമുണ്ട് ദൈവം പ്രവർത്തിക്കുമെന്ന്. പക്ഷേ ദൈവസന്നിധിയിൽ പോയി നെടുമ്പാട് വീണ് കരഞ്ഞ് അപേക്ഷിച്ച് ദൈവശക്തി പ്രാപിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കർത്താവ് പറയാണ്, നിന്റെ കയ്യിലുള്ള വടി അങ്ങോട്ട് നീട്ട്. നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള അധികാരം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിപ്പാൻ പറ്റും. പക്ഷെ ആ അധികാരം ഏറ്റെടുക്കണം. ഇന്ന് അധികാരം ഉണ്ടായിരുന്നു പറഞ്ഞ് നാളെ അത് കാണണമെന്നില്ല. നമ്മൾ ഈ മനുഷ്യരായിട്ട് ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ പോയി ആ ശക്തി ഏറ്റെടുത്തുകൊണ്ട് വേണം പിശാചിനോട് പടപൊരുതി വിജയിക്കുവാൻ. അതിന് വചനത്തിൽ നല്ല ഉറപ്പുണ്ടായിരിക്കണം. അതിനാണ് വചനം വായിക്കണമെന്ന് പറഞ്ഞത്. യേശുവിന്റെ അടുത്ത് സാത്താൻ വന്നിട്ട് പറഞ്ഞു, കൈകളിൽ വഹിച്ചുകൊള്ളും, താഴോട്ട് ചാട്, കല്ല് അപ്പമാക്ക്, വിശക്കുന്ന പലതും പറഞ്ഞു നോക്കി. അവനെ എതിർത്തു. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുമെന്ന് പറഞ്ഞു. സാത്താനെ, ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. സാത്താൻ അവരെ വിട്ടുപോയി. വചനം നന്നായി പഠിച്ച് അറിഞ്ഞിരുന്നാൽ, അത് ഉരുവിട്ടാൽ സാത്താൻ ഭയപ്പെടും, സാത്താൻ വിട്ടുപോകും. വചനത്താലാണ് സാത്താനെ എതിർക്കുന്നത്. കാനന മതിൽ വെച്ച് ആനന്ദരൂപൻ വീണവനോട് എതിർക്കെ, ഇതിൻ ജ്ഞാനത്തിൻ മൂർച്ച വചനത്താൽ അവനെ ക്ഷീണിപ്പിച്ചെന്നോർക്ക എന്ന് പഴയ ഒരു പാട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ മൂർച്ചയേറിയ വാളുകൊണ്ട് വെട്ടി അവനെ ക്ഷീണിപ്പിക്കുവാൻ നമുക്ക് കഴിയും, എതിർത്ത് നിൽപ്പാൻ നമുക്ക് കഴിയും. പോകട്ടെ, ഫാസ്റ്റിങ്ങും പ്രയറും. യേശുക്രിസ്തു പൈശാചികമായ ശക്തികളെ ശാസിച്ചത്
തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സ് 11. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. രോഗാത്മാവ്. ഇപ്പൊ സാത്താന് അങ്ങനെ ഒരു ആത്മാവും കൂടെ ഉണ്ട്. പല രോഗങ്ങളും രോഗാത്മാവ് ബാധിക്കുന്നത് കൊണ്ടുണ്ടാകാം. എല്ലാ രോഗങ്ങളും പിശാചുബാധ കൊണ്ടുണ്ടാകുന്നതല്ല. പിശാച് ബാധിച്ച് തലയ്ക്ക് സ്ഥിരമില്ലാതെ നമ്മുടെ നാട്ടിലെ ഭ്രാന്തരായിട്ട് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം പേരെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലർക്കും വിടുതൽ അനുഭവിക്കുന്നത് കാണാനിടയായിട്ടുണ്ട്. പലരുടെയും പിശാച് ബാധിച്ചിട്ട് അത് വിട്ടുപോകുന്നത് നേരിട്ട് കാണാനിടയായിട്ടുണ്ട്. നിങ്ങളിൽ പലരും അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നാൽ രോഗാത്മാവ് ബാധിച്ച് എല്ലാ രോഗവും പൈശാചിക ആത്മാവ് കൊണ്ടല്ല. എന്നാൽ ചിലപ്പോൾ ജീവിതത്തിൽ പിശാചിന്റെ പ്രവൃത്തി കൊണ്ട് രോഗാത്മാവ് ബാധിക്കാം. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? കർത്താവ് അവരോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, സാത്താൻ കഴിഞ്ഞ് 18 വർഷമായി ബന്ധിച്ചിരുന്ന ഇവളുടെ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? അപ്പോൾ പിശാച് ബന്ധിച്ചിട്ട് പല രോഗങ്ങളും ഉണ്ടാകാം. എല്ലാ രോഗവും പിശാച് ബന്ധിച്ചുകൊണ്ടല്ല. കഠിനമായി വെയിൽ കൊണ്ടാലും രോഗമുണ്ടാകാം. പ്രകൃതി നിയമങ്ങളെ ലംഘിച്ചാൽ രോഗമുണ്ടാകാം. മോശമായ ഭക്ഷണ രീതി കൊണ്ട് രോഗമുണ്ടാകാം. പല പല നിലകളിൽ രോഗമുണ്ടാകാം. പക്ഷേ രോഗത്തിന്റെ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. പിശാചിന്റെ ബന്ധനത്താൽ രോഗമുണ്ടായാൽ അത് ഏത് മരുന്ന് കൊടുത്താലും സൗഖ്യമാകത്തില്ല. അതിനെ ശാസിച്ചാൽ, രോഗബന്ധനത്തെ അഴിച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി വിട്ടുപോകത്തില്ലെന്ന് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യത്തില്, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, ചന്ദ്രരോഗം ബാധിച്ചവനെ കർത്താവ് സൗഖ്യമാക്കിയിട്ട് പറയുകയാണ്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി വിട്ടുപോകത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം നമുക്കറിയാം. സ്കേവ പുരോഹിതന്റെ പിള്ളേർ പോയി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതത്തെ ശാസിച്ചു. ഭൂതം പറയുകയാണ്, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലുസിനെയും പരിചയമുണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിച്ച് ആ ഭൂതം അവരുടെ മേൽ ചാടി വീണ് അവരെ അടിച്ചു, മുറിവേൽപ്പിച്ചു. അവര് മുറിവേറ്റവരായി രാത്രിയിൽ ഓടിപ്പോകുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോകും. പക്ഷേ അതിനുള്ള അധികാരം പ്രാപിച്ചവർ മാത്രമേ ശാസിക്കാവൂ. അല്ലാതെ സാത്താന്റെ അടുത്ത് കുഞ്ഞു കളിക്കാൻ പോയാൽ തിരിച്ച് അടി കിട്ടിയെന്ന് വരാം. അതുകൊണ്ട് നല്ല ദൈവകൃപ പ്രാപിച്ച് വേണം സാത്താനെ ശാസിക്കുവാൻ. അത് ആർക്കാണ് ശാസിക്കാൻ പറ്റുന്നത്? രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, വിശ്വസിക്കുന്ന എല്ലാവർക്കും സാധിക്കും. പക്ഷേ അതുപോലുള്ള കൃപ പ്രാപിച്ചിട്ട് വേണം അധികാരത്തോടുകൂടെ പറയുവാൻ. അതുകൊണ്ടാണ് സ്കേവ പുരോഹിതന്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായത്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വസ്തുവകൾ കവർന്നെടുപ്പാൻ ആർക്കും കഴിയത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. സാത്താൻ ബലവാനാണ്. അവനെ പിടിച്ചു കെട്ടണമെങ്കിൽ അതിനേക്കാൾ ബലം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ സാത്താനെ പിടിച്ചു കെട്ടിയിട്ട് മാത്രമേ സാത്താന്റെ അധീനതയിൽ നിന്നും ജനത്തെ വിടുവിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. സാത്താൻ എപ്പോഴും ഫോഷ്ക്ക് പറയുന്നവനും അതിന്റെ പിതാവുമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യം.
പലപ്പോഴും സാത്താൻ സത്യം പറയും, എന്നാൽ അവൻ കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും സത്യം പറയുന്നത്. അല്ലെങ്കിൽ സാത്താൻ ഭോഷ്ക്ക് മാത്രമേ പറയത്തുള്ളൂ. വായിക്കാമോ? നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവന് സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. സാത്താൻ ഭോഷ്ക്ക് പറയുന്നവനും അതിന്റെ പിതാവുമാകുന്നു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് സാത്താൻ പറയുന്നത് ചിലപ്പോൾ സത്യമാണെങ്കിലും അത് അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടിയായിരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിലെ മാർത്തോമ ചർച്ചിലുള്ള ഒരു പെൺകുട്ടിക്ക് ഭൂതബാധയുണ്ട്. ആ വീട്ടിൽ പ്രാർത്ഥന വെച്ചു. അവിടുത്തെ ഉപദേശി ഭൂതത്തെ ശാസിച്ചു. ഉടനെ ആ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുക, യേശുവിന്റെ കൽപ്പന അനുസരിക്കാത്ത നീയാണോ എന്നെ ശാസിക്കാൻ വന്നത്? അദ്ദേഹം ധൈര്യത്തോടെ ചോദിച്ചു, ഞാൻ ഏത് കൽപ്പനയാണ് അനുസരിക്കാത്തത്? ഉടനെ അത് പറഞ്ഞു, നീ സ്നാനം ശരിയാണെന്ന് മനസ്സിലായിട്ടും നീ സ്നാനപ്പെടാതെ നടക്കുമല്ലയോ? അപ്പൊ ഭൂതത്തിനറിയാം സ്നാനപ്പെടാതെ നടക്കുകയാണെന്ന്. അദ്ദേഹം പിന്നെ പോയി സ്നാനപ്പെട്ടു, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ കടന്നു വന്നു. ചിലർക്ക് സ്നാനപ്പെടണമെങ്കിൽ ഭൂതം പറയണമെന്ന് ഞങ്ങളുടെ പാസ്റ്റർ പിന്നെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, കാര്യത്തോട് അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ സാത്താൻ സത്യമൊക്കെ പറഞ്ഞെന്ന് വരും. മുൻകൂട്ടി കാര്യങ്ങൾ പറയുവാൻ സാത്താന് കഴിയും. അത് അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും. വെളിച്ചപ്പാടത്തിയായ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് യജമാനന്മാർക്ക് വളരെ ലാഭം ഉണ്ടാക്കി കൊടുത്തു. അത് യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾ സത്യം വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോയത്. വരും കാലങ്ങളെ കുറിച്ചൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയും പ്രവർത്തിക്കാൻ സാത്താന് കഴിയും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. മാത്യു ചാപ്റ്റർ 10:16. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കണം. പറയാൻ കാരണം, പാമ്പിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വഴിയിൽ കിടക്കുകയാണെങ്കിലും ദൂരെ നിന്ന് കാലൊച്ച കേൾക്കാൻ പാമ്പിന് കഴിയും. അപ്പോൾ അത് പെട്ടെന്ന് എവിടെയെങ്കിലും ഓടി ഒളിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധി. എന്നിട്ട് ഒളിക്കാൻ പറ്റിയില്ലെങ്കിൽ എതിർപ്പെട്ട് പോയാൽ അത് തിരിഞ്ഞു നിന്ന് അറ്റാക്ക് ചെയ്യും. ഇതുപോലെ ആയിരിക്കണം ദൈവമക്കൾ എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ലോകത്തിലുള്ള പിശാചുക്കളെ എല്ലാം ഓടിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാ വിഷപ്പാമ്പുകളെയും കൊന്നിട്ട് ഞാൻ ജീവിക്കുന്നുള്ളത് ഒരാൾ പറഞ്ഞാൽ നടക്കത്തില്ല. പാമ്പ് നിന്നെ ഉപദ്രവിക്കാതെ നോക്കിയാൽ മതി. എല്ലാ കൊതുകിനെയും കൊന്നിട്ട് ഞാൻ കിടന്നുറങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കൊതുക് നിന്നെ കുത്താതെ നോക്കിയാൽ മതി. സാത്താൻ ലോകത്തിൽ മുഴുവൻ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്നാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കണം. പിശാചിന്റെ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ സാത്താൻ പലയിടത്തും പ്രവർത്തിക്കുന്നു, പലതും നമ്മൾ കാണുന്നു. അങ്ങോട്ട് പോയി അവനോട് വഴക്കുണ്ടാക്കാൻ നമുക്കിടയാകരുത്. എന്നാൽ നമ്മുടെ മുമ്പിൽ എതിർപ്പെട്ട് വന്നാൽ, നമ്മുടെ മുമ്പിൽ വെച്ച് സാത്താൻ വെളിപ്പെട്ട് വന്നാൽ, മാനിഫെസ്റ്റ് ചെയ്താൽ, നമ്മുടെ ചർച്ചിൽ ഒരാൾക്ക്, നമുക്ക് അറിയാവുന്ന ഒരാൾക്ക് സാത്താന്റെ ആദേശമുണ്ടായാൽ എതിർക്കണം. അതിനെ ശാസിച്ച് വിജയം നേടണം. ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവന്റെ മേൽ ജയമെടുക്കണം. അങ്ങനെയാണ് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സാത്താനോട് ധൈര്യത്തോടെ അധികാരത്തോടെ കൽപ്പിക്കണം, ശാസിക്കണം. അത് യേശുക്രിസ്തു കാണിച്ച മാതൃകയാണ്. പലരും പൈശാചിക ശക്തികളെ ഇറക്കാൻ പല പരിപാടികളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അതൊന്നും നമുക്ക് ആവശ്യമില്ല. ദൈവകൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോഴേ സാത്താൻ വിറയ്ക്കും, ഭയപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് വചനത്താൽ പിശാചിനെ ജയിക്കണം, പ്രാർത്ഥനയാൽ ജയിക്കണം, സാത്താനോട് കൽപ്പിക്കണം. മർക്കോസിന്റെ സുവിശേഷം 1-ാം 26 ഒന്ന് വായിക്കാമോ? മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 26. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ചു, ഉറക്കം നിലവിളിച്ചു, അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. അധികാരത്തോടെ അശുദ്ധാത്മാവിനോട് കൽപ്പിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. അങ്ങനെ കൽപ്പിച്ചു കഴിയുമ്പോൾ അശുദ്ധാത്മാവ് വിട്ടുപോകും. അത്രയേ ഉള്ളൂ. വിട്ടുപോയാൽ അവന്റെ ഉള്ളം ശൂന്യമാകും. അവന്റെ മനസ്സിലാണ്, ബുദ്ധിയിലാണ് അശുദ്ധാത്മാവ് കയറിയത്, അശുദ്ധാത്മാവിന്റെ ആദേശം ഉണ്ടായത്. അപ്പോൾ അവന്റെ ബുദ്ധിമണ്ഡലം ശൂന്യമായി. ഇപ്പോൾ അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. ശൂന്യമായി കഴിഞ്ഞപ്പോൾ അവിടെ ക്ലീനാണ്. ഉടൻ തന്നെ പരിശുദ്ധാത്മാവിനെ അവൻ പ്രാപിക്കണം. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് ഒരു ആഗ്രഹമുണ്ടായിട്ട് അവൻ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഉള്ളത്തെ ആത്മാവിനാൽ നിറയ്ക്കണം. ഇല്ലെങ്കിൽ പിശാചി ചിലപ്പോൾ തിരിച്ചു വരും. തിരിച്ചു വന്ന് അവന്റെ ഉള്ളിൽ തന്നെ കയറി വസിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം, മാത്യൂസ് ചാപ്റ്റർ 12:29. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം കൂടെ വായിച്ചേ. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കുകയും ചെയ്യും. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ഓക്കെ, ദോഷവും വിഭചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നോക്കുക, ഇവിടെ ഇതാ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരോട്ടമുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ചു നടന്നു, കണ്ടെത്തിയില്ല. അപ്പോൾ അവൻ പറയാണ്, ഞാൻ വിട്ടുപോന്ന എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. തിരിച്ചു വന്നപ്പോൾ അത് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടേക്കുന്നു. അവനേക്കാൾ ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ ഉള്ളിൽ വന്ന് താമസിച്ചു. 8 പേർ. അവന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തിനെക്കാട്ടി വഷളായിപ്പോയെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിങ്ങോട്ട് വരുന്നത്. അശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ശൂന്യമായി കിടക്കുകയാണ്, അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്, ക്ലീൻ ആക്കിയിട്ടേക്കുവാണ്. അപ്പോൾ പിന്നെയും പിശാച് തിരിച്ചു വന്ന് കയറാൻ സാധ്യതയുണ്ട്. പിശാച് വീണ്ടും തിരിച്ചു കയറാതിരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ അവിടെ നിറയപ്പെടണം. ഒരു റൂമിൽ നിറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വസ്തു വെളിച്ചമാണ്. ബൾബ് ഇട്ട് കഴിയുമ്പം ആ റൂം മുഴുവൻ പ്രകാശമാകും. ഒരു തിരി കത്തിച്ചു വെച്ചാൽ മതി, ആ റൂമിലെല്ലാം പ്രകാശമാകും. പ്രകാശം കൊണ്ട് നമ്മുടെ മനസ്സും ബുദ്ധിമണ്ഡലവും നിറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അന്ധകാര ശക്തിയാണ്, അത് ഇരുട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഇരുട്ടാണെങ്കിൽ അവിടേക്ക് വീണ്ടും പ്രവേശിക്കും. അപ്പോൾ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടണം. അടുത്തതായിട്ട്, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ വിടുതലെടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. ആത്മാവിൽ ആരാധിക്കുകയും അധികാരത്തോടുകൂടെ കൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് പൈശാചിക ശക്തികൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, വെളിപ്പെട്ട് വരുന്നത്. വെളിപ്പെട്ട് വരുമ്പോൾ
യേശുവിന്റെ രക്തം പറഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്? 1 പത്രോസ് 1:18, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 18. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് വെള്ളിപ്പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നാം അറിയുന്നു. അപ്പോൾ യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ സാത്താൻ ഒരു കാര്യം മനസ്സിലാകും: യേശുവിന്റെ രക്തത്താൽ വിടുതലുണ്ട്, വീണ്ടെടുപ്പുണ്ട്. ഇവൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടൊരു വ്യക്തിയാണ്. അത് സാത്താനെ ഭയപ്പെടുത്തും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, യേശുവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1:9 യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നു. മൂന്നാമതായിട്ട്, യേശുവിന്റെ രക്തത്താലാണ് ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം. കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തമുഖാന്തരം സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശത്തിൽ നിന്നും ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുന്നു. അപ്പൊ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്ത് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയിരിക്കുന്നത്. ഇതെല്ലാം സാത്താൻ അറിയാം. അതുകൊണ്ട് ഒരു ദൈവവൈതലിനെ കാണുമ്പോൾ രക്തം പറയുമ്പോൾ സാത്താൻ ഭയപ്പെടുവാൻ കാരണം, ഇവൻ വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവവൈതലാണ്, ഇവൻ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്, ഇവൻ ദൈവത്തിന്റെ രാജകീയ പുരോഹിതവർഗമാണ്, ഇവന്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് സാത്താൻ അപ്പോൾ മനസ്സിലാകും. അതുകൊണ്ടാണ് യേശുവിന്റെ രക്തം പറയുമ്പോൾ സാത്താൻ ഭയപ്പെടുന്നത്. സാത്താൻ എവിടെയെങ്കിലും മാനിഫെസ്റ്റ് ചെയ്താൽ, അവൻ വെളിപ്പെട്ടു വന്നാൽ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കാൻ പറയണം. ഒരു സാത്താനും വായിക്കത്തില്ല, വേദപുസ്തകം കയ്യിലെടുക്കത്തില്ല. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ വായിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായിട്ട് എഴുതിയാൽ ലോകത്തിൽ തന്നെ ഒതുങ്ങത്തില്ല. ദൈവത്തിന്റെ നാമമഹത്വത്തിനും യേശു ദൈവപുത്രനെന്നും വിശ്വസിക്കേണ്ടതിനുമാണ് എഴുതിയത്. ഇപ്പം യേശു ദൈവപുത്രനെന്നും വിശ്വസിക്കേണ്ടതിനും യേശു ദൈവമാണെന്നും തെളിയിക്കാൻ വേണ്ടിയാണ് എഴുതിയത്. അതുപോലെ യേശു ദൈവമാണെന്നോ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കാനോ സാത്താൻ ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വേദഭാഗങ്ങൾ വായിക്കാൻ പറഞ്ഞാൽ പിശാച് ഒരിക്കലും അതിനെ അംഗീകരിക്കത്തില്ല, അതിനെ എതിർക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനത്താലും യേശുവിന്റെ രക്തത്താലും വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് കഴിയും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17 തൊട്ടുള്ള വാക്യങ്ങൾ: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ വിശ്വസിക്കുന്നവരാലാണ് ഈ അടയാളങ്ങൾ നടക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ആ വാക്യം ഒന്ന് വായിക്കാമോ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും
സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയെ. അപ്പോൾ എതിർത്ത് നിൽക്കാൻ വേണ്ടി ഒരു ദൈവപൈതൽ തയ്യാറാകുമ്പോൾ സർവായുധവർഗം എടുത്ത് ധരിക്കണം. എപ്പോഴും സർവായുധവർഗം ധരിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു സാത്താനോട് എതിർത്ത് നിൽക്കേണ്ട ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ മുറിയിൽ കടന്ന് വാതിലടച്ച് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് നിലവിളിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് വേണം അതിനോട് എതിർക്കാൻ. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് ഒരു വ്യക്തി സാത്താന്റെ അടുത്തോട്ട് ചെന്നാൽ സാത്താൻ പേടിക്കും. അവനെ കാണുമ്പോഴേ ഭയപ്പെടും, വിറയ്ക്കാൻ തുടങ്ങും. അവൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ സാത്താൻ വിറയ്ക്കും. കാരണം ഇവന്റെ ശരീരത്ത് കാണുന്ന ഈ ആയുധങ്ങളൊക്കെ കൂടെ കാണുമ്പോൾ അതിന് ഭയമാകും. അവൻ ബെഡാ ബൂട്ട്സ് ഒക്കെ ഇട്ട് ബ്രസ്റ്റ് പ്ലേറ്റ് ഒക്കെ വെച്ച് അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ഷൂസാക്കി വിശ്വാസം എന്ന പരിചയമൊക്കെ പിടിച്ച് ദൈവവചനം എന്ന ആത്മാവിന്റെ വാളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ സാത്താൻ കിടുകിട വിറയ്ക്കും. ആ പരുവത്തിന് ദൈവത്തിന് സർവായുധവർഗം ധരിച്ചുകൊണ്ട് വേണം പിശാചിനോട് എതിർക്കാൻ. അല്ല, യോഗത്തിന് വന്നിരിക്കുമ്പോൾ തൊട്ട് സാത്താനെ ശാസിച്ചിട്ട് യോഗം തീരാറാകുമ്പോഴും ശാസിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇതുവരെ സാത്താൻ പോയില്ലെന്ന്. ശാസിച്ചുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് സർവായുധവർഗം ധരിച്ച വ്യക്തി ഒറ്റ പ്രാവശ്യം ശാസിച്ചാൽ മതി, സാത്താൻ ഓടിക്കളയും. സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം, അതും കൂടെ വായിക്കാമോ? 4:7 അല്ലേ? ജെയിംസ്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നെങ്കിലേ ഓടിപ്പോകത്തുള്ളൂ. സാത്താനോട് ലോഹ്യം പറയാൻ പോയാൽ, കോംപ്രമൈസ് ചെയ്യാൻ പോയാൽ സാത്താൻ പോകത്തില്ല. അവനെ അന്യഭാഷ പറയുന്നവനാണ്, വെളിപ്പാട് പറയുന്നവനാണ്. എന്തിനു വേണ്ടി വെളിപ്പാട് പറയുന്നു? ദൈവനാമത്തിന് വേണ്ടിയാണോ? അന്യഭാഷ പറയുന്നു. എല്ലാവരും അന്യഭാഷ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിലാകണമെന്നില്ല. നിങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സത്യാത്മാവിൽ അഭിഷേകം പ്രാപിച്ച വ്യക്തികൾ ആത്മാവിൽ അന്യഭാഷകളിൽ സംസാരിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള അന്യഭാഷ. അത് അന്യഭാഷകളിൽ ദൈവത്തിന്റെ ദൂത് പറയാം. കൂടി വന്ന ജനത്തോട് ദൈവികമായ ദൂതുകൾ പറയാം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി, സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കും വേണ്ടി ദൂത് പറയാം. അത് അന്യഭാഷകളിൽ ദൂത് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. മനസ്സിലാകുന്നവർ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അവർ തന്നെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിൽ അന്യഭാഷ സംസാരിക്കാം, ദൂത് പറയാം. രണ്ടാമത്, അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോടത്ര സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിച്ചാൽ ആർക്കും മനസ്സിലാകത്തില്ല. എന്നാൽ അന്യഭാഷകളിൽ ജനത്തോട് ദൂത് പറയാം, അത് മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാകും. അത് ഒരു വ്യാഖ്യാനി ഉണ്ടെങ്കിൽ വ്യാഖ്യാനിക്കും. അത് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം. അപ്പോൾ തന്നെ പൈശാചിക ശക്തി ഉണ്ടായാലും അന്യഭാഷ പറയും. പിശാചിന്റെ ശക്തി ഒരു വ്യക്തിയിൽ വന്നിട്ട് അവനും അന്യഭാഷ പറയും. പക്ഷെ അവന് അന്യഭാഷ പറയുന്നതിന്റെ അർത്ഥം ആരെങ്കിലും അവിടെ പൊരുൾ തിരിക്കാനുണ്ടെങ്കിൽ, വിവേചിച്ചറിയാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ മനസ്സിലാകും, ഇവൻ ദൈവത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്, ജനത്തിന്റെ നാശത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ദോഷത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് ആത്മാവിനെ പ്രാപിച്ച് വിവേചനപരമുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. അങ്ങനെയും അന്യഭാഷ പറയുന്നവരുണ്ട്. അപ്പോൾ എല്ലാ അന്യഭാഷയും ദൈവാത്മാവിൽ പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്.
പൈശാചിക ശക്തിയാൽ അന്യഭാഷ പറയുന്നവരുമുണ്ട്. മൂന്നാമത്, ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി, ഞാനും അഭിഷേകം പ്രാപിച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ടിട്ട് വെറുതെ അഹങ്കാരത്തിന് വെറുതെ അന്യഭാഷ പറയുന്ന ആളുകളുമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഷോപ്പിന് വേണ്ടി പറയുന്ന ആളുകളുണ്ട്. ഇനിയും ബിസിനസ് ആക്കി അന്യഭാഷ പറഞ്ഞ് പ്രവചനം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ വ്യാമോഹിപ്പിച്ച് വെളിച്ച ദൂതന്റെ വേഷം ധരിച്ച്, ദൈവാത്മാവിന്റെ വേഷം ധരിച്ച്, ഞാൻ ആത്മാവിനെ പ്രാപിച്ചവനാണെന്നുള്ള വ്യാജേന ദൈവമക്കളെ വഞ്ചിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വിരുദ്ധന്മാരായ ആളുകൾ അന്യഭാഷയും പ്രവചനവും ഒക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവരിൽ കൂടെ പിശാച് പ്രവർത്തിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ പറയുന്ന അത്ഭുതങ്ങളിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദോഷമായ കാര്യങ്ങൾ അവർ പറഞ്ഞാൽ അതെല്ലാം നടക്കും. ചിലപ്പോൾ അവര് ടൈം വെച്ച് പറയും. ഈ വർഷത്തിന്റെ അവസാനത്തെ മാസം, അവസാനത്തെ ആഴ്ചയിൽ നിനക്കൊരു വലിയ അപകടമുണ്ടാകും, ഒരു പ്രശ്നമുണ്ടാകും, മരണത്തോളമായി പോകും എന്നൊക്കെ ദൂത് പറഞ്ഞാൽ അതങ്ങ് നടക്കും. കാരണം അത് സാത്താൻ ഇഷ്ടമാണ്. ദൈവമക്കൾക്ക് ദോഷം വരുന്നതാണ് സാത്താൻ ഇഷ്ടം. അത് സാത്താൻ പറയിപ്പിക്കുന്ന, അത് നടക്കുകയും ചെയ്യും. അവൻ നന്മ വല്ലതും പറഞ്ഞിട്ട് നടന്നോ എന്ന് നോക്കണം. സാത്താൻ പറഞ്ഞാലും പകുതിയൊക്കെ നടക്കും. ആ ഔവായോട് പിശാച് വന്ന് പറഞ്ഞ എന്താ? ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. പകുതി നടന്നല്ലോ, കണ്ണ് തുറന്നല്ലോ. ദൈവത്തെ പോലെ ആയില്ലെന്നല്ലേ ഉള്ളൂ. 50% ഒക്കെ ആയിരുന്നു. ഒരു പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ 100% സംഭവിക്കുകയോ ഒത്തുവരികയോ ചെയ്യാതിരുന്നാൽ അവനെ ഭയപ്പെടരുത്. അത് ദൈവം പറഞ്ഞതല്ല. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നടന്നതുകൊണ്ട് നമുക്കൊരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പിശാചിന് അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. അത് ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഭേദാഭേദങ്ങളെ നിങ്ങൾ വിവേചിച്ച് അറിയുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിലാണ് ഒരാൾ പറയുന്നതെങ്കിൽ അതെല്ലാം അതുപോലെ നടന്നിരിക്കും. എങ്കിൽ മാത്രമേ നമുക്കത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അറിയിക്കുന്ന ദൂതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കുറ്റം പറയരുത്, ദുഷിക്കരുത്. എന്നാൽ ആത്മാക്കൾ ദൈവത്തിങ്കൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്ത് നല്ലതിനെ തിരഞ്ഞെടുക്കണം. എല്ലാവരും പറയുന്ന അന്യഭാഷയും എല്ലാവരും പറയുന്ന ദൂതം ശരിയാകണമെന്നില്ല. അതിനുള്ള വിവേചനവരം പ്രാപിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സാത്താനോട് എതിർത്ത് നിന്ന് അവനെ ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് വേണം ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് കർത്താവ് നമ്മെ അയച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചെന്നായ്ക്കളുടെ നടുവിൽ നിൽക്കണമെങ്കിൽ സർവായുധവർഗം ധരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. എന്തൊക്കെ സർവായുധവർഗമാണ് അവിടെ വേണ്ടതെന്ന് ആ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം, എഫേസ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 15 onwards. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? വായിച്ചോ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. സത്യമായിരിക്കണം നമ്മുടെ അരയ്ക്ക് ബെൽറ്റായിട്ടുള്ളത്. നീതി എന്ന കവചം ധരിക്കണം. ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ടായിരിക്കണം. ശത്രുവിന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ വേണ്ടി ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് നമുക്കുണ്ടായിരിക്കണം. അത് ദൈവിക നീതിയായിരിക്കണം. ദൈവിക നീതിയിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. നീതീകരിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം.
നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ഷൂസ് ആക്കണം. ചെരുപ്പിട്ടിരിക്കുന്നതിന്റെ കാൽ എത്ര മനോഹരം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്ത വാക്യം വായിച്ചാട്ടെ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട്, വിശ്വാസം എന്ന പരിച കയ്യിലുണ്ടായിരിക്കണം. ദുഷ്ടന്റെ ഏത് തീയമ്പുകൾ വന്നാലും അതിനെ തടഞ്ഞു നിർത്താൻ ശക്തിയുള്ള വിശ്വാസത്തിന്റെ പരിചയം പിടിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. രക്ഷ എന്ന ശിരസ്ത്രവും, രക്ഷ എന്ന ശിരസ്ത്രം, നല്ലൊരു ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. അത് കാണുമ്പോൾ സാത്താൻ ഭയപ്പെടുവാൻ ഇടയായിത്തീരും. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളണം. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം, 4:12 എബ്രായ ലേഖനം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും തുളച്ചു ചെല്ലുന്നത് വരെ കടന്നു ചെല്ലുന്നത്, സന്ധിമജകളെ വേർപിടിയിക്കുന്നു ദൈവത്തിന്റെ വചനം. ഇരുവായത്തിലുള്ള വാള്, ഇരുമ്പായുധം, മൂർച്ചയില്ലാഞ്ഞതിന്റെ വായത്തല തേക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും എന്ന് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ല മൂർച്ചയുള്ള ആയുധമായിട്ട് ദൈവത്തിന്റെ വചനം നന്നായി കൈകാര്യം ചെയ്യുവാൻ നമ്മൾ പഠിച്ചിരിക്കണം. പിശാചിനോട് പറയുമ്പോൾ ദൈവവചനം ശക്തമായി പറയുവാൻ ഇടയാകും. കൂടെ വായിക്കാമോ പാസ്റ്റർ? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിപ്പീൻ. അപ്പോൾ സകല പ്രാർത്ഥനയാലും യാചനയാലും, അതാണ് ഏറ്റവും വലിയ ആയുധം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം, പ്രാർത്ഥിച്ച് ദൈവശക്തി പ്രാപിക്കണം. ഈ ആയുധങ്ങളെല്ലാം ധരിക്കണം. ഇങ്ങനെയുള്ള ആയുധങ്ങൾ ധരിച്ച് നേരെ നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ കാണുമ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതിന് പാസ്റ്റർ ആകണമെന്നില്ല. ഒരു വിശ്വാസി, ദൈവകൃപ പ്രാപിച്ച ഒരു വിശ്വാസി, അവനെ കൊണ്ട് അത് നടക്കും. സാത്താന്റെ മുമ്പിൽ തോറ്റോടുവാൻ നമുക്കിടയാകരുത്. ജയിച്ച് ജയഭേരി മുഴക്കിയ കർത്താവിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. 2:14 വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ചു. നമ്മുടെ മേൽ ഒരു കൈയെഴുത്തുണ്ടായിരുന്നു. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും സാത്താനുള്ളതാണ്. ആ കൈയെഴുത്ത് യേശുവിന്റെ രക്തത്താൽ മായിച്ചു. അതാണ് രക്തം പറയുമ്പോൾ സാത്താൻ ഭയപ്പെടുവാൻ കാരണം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കാമോ? കൊലോസിയൻസ് ചാപ്റ്റർ. അതിക്രമങ്ങളിലും നമ്മുടെ അതിക്രമങ്ങളും നിങ്ങളുടെ ഈ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് യേശുവിന്റെ രക്തത്താൽ മായിച്ചു. അത് സാത്താൻ അറിയാം. എന്നാൽ ക്ഷമിക്കപ്പെടാത്ത, നിരപ്പ് പ്രാപിക്കാത്ത പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സാത്താൻ നമ്മളെ വകവെക്കത്തില്ല. ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അപ്പോൾ തന്നെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നിരപ്പ് പ്രാപിക്കണം. അല്ലാതെ സാത്താനോട് എതിർക്കാൻ പോയാൽ സാത്താൻ വകവെക്കത്തില്ല. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് സർവായുധവർഗം ധരിച്ച് ധൈര്യത്തോടെ അധികാരത്തോടെ കൽപ്പിച്ചാൽ ഏത് പിശാചും
മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഭയപ്പെട്ട് ഓടുവാനിടയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് യേശു സാത്താനോട് കൽപ്പിച്ച, അധികാരത്തോട് കൽപ്പിച്ചു. സാത്താൻ വിട്ടുപോയി. ആളുകൾ ഭയപ്പെടുവാനിടയായി. ദൈവമക്കളെ കാണുമ്പോൾ മറ്റുള്ളവരും കൂടെ ഭയപ്പെടുവാൻ മുഖാന്തരമാകണം. ആ നിലയിൽ ദൈവകൃപ പ്രാപിച്ച് എല്ലാ സർവായുധ വർഗങ്ങളും ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.